കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് ഗെയിനിങ്, ഇഷ്ടികയുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ കട്ടയുടെ സ്ട്രെങ്ത് നമ്മൾ ക്യൂർ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ നമ്മുടെ ഒരു സേഫ്റ്റി സെക്യൂരിറ്റിയുടെയും ബിൽഡിങ്ങിന്റെ ലൈഫിനെയും ഡിറ്റർമിൻ ചെയ്യുന്ന കുറേ സാധനങ്ങൾ സിവിൽ കൺസ്ട്രക്ഷനിലുണ്ട്. ഈ സിവിൽ കൺസ്ട്രക്ഷൻ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കണം ഏതൊരു ഹോം ഓണറിന്റെയും പ്രൈമറി ഒബ്ജക്റ്റീവ്. അതിന്റെ ഇടയിൽ ഇതുപോലെ സ്ലോ ഡൗൺ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സ്ലോ ചെയ്യണം, ഇത് സ്ലാബ് അടിക്കണം, അങ്ങനെ ആ സ്ലോ ചെയ്ത് പോകുന്നതിന് പകരം ഇത് സീംലെസ് ആയിട്ട് മുന്നോട്ട് പോകുക, രണ്ടാമത് ഇത് ചെയ്യാന്നാണ്. പിന്നെ ഈ പെർട്ടിക്കുലർ ക്ലയന്റിന്റെ കേസിൽ അദ്ദേഹത്തിന് ഒത്തിരി ദിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മോഡേൺ കിച്ചൺ വന്നത് വഴി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വളരെ ക്ലിയർ റിക്വയർമെന്റ് ആയിരുന്നു ഇത് സ്ലാബ്. ഇത് ക്ലിയർ ആണ്. ഇങ്ങനെ കുറച്ച് ഡിസിഷൻസ് ഇതിന്റെ ഇടയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇത് ഫെബ്രുവരിയിലും മേളിലത്തെ വാർക്ക കഴിഞ്ഞു പോകേണ്ടതാണ്. നമ്മുടെ ഈ ക്ലയന്റ് എസ്പെഷ്യലി അദ്ദേഹം നല്ലപോലെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹമായിട്ട് വളരെയധികം ടെക്നിക്കൽ ഡിബേറ്റ് ഞാൻ നടത്തിയിട്ടുണ്ട്. ഇത് വേണോ വേണ്ടയോ നമ്മള്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫൈനൽ ഡിസിഷൻ, കാരണം അൾട്ടിമേറ്റ്ലി ആ ക്ലയന്റ് ആണ് നമുക്ക് പൈസ തരുന്നത്, നമ്മൾ അദ്ദേഹത്തിന് ആ റെസ്പെക്ട് കൊടുത്തേ പറ്റുള്ളൂ. തീർച്ചയായും. അതുകൊണ്ട് നിങ്ങളാവുന്ന കോൺട്രാക്ട് അഡ്വൈസ് ചെയ്തു. ഫൈനലി ഞാൻ പറയുന്നത് അദ്ദേഹമാണ് അതിൽ താമസിക്കാൻ പോകുന്നത്, ഞാനല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഇഷ്ടം എന്താണോ അത് വേണം ഇവിടെ നടത്താൻ, അതിൽ ഞാനൊരു നിയോഗം മാത്രമാണ്. അത്രേ. അപ്പൊ അതുകൊണ്ട് ഞാനിത് അഡ്വൈസ് ചെയ്തത് അദ്ദേഹം ഇന്ന കാരണം കൊണ്ട് പറഞ്ഞു അതല്ല നമുക്കിതാണ് വേണ്ടതെന്ന് പറഞ്ഞു, ഡൺ.